ഉലകിൽ പോരുകൾ പലവിധം. കോഴിപ്പോര്, കാളപ്പോര്, പിന്നെ എത്രയോ പോരുകൾ. ഈ പോരുകളെല്ലാം കടത്തിവെട്ടുന്ന, ലോക കുടുംബങ്ങളെ ഒന്നടങ്കം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ടിരിക്കുന്ന പോരാണ് സാക്ഷാൽ അമ്മായിയമ്മ മരുമകൾ പോര്. ശരിക്കും പറഞ്ഞ ജയിക്കാൻ വേണ്ടി മാത്രമായുള്ള അമ്മായിയമ്മ മരുമകൾ പോരാട്ടത്തിന്റെ ഒരാരംഭ കഥയാണത്. ഇന്ന് ചന്ദ്രഹാസത്തിലെ സുഹാസിനിയുടെ ഷഷ്ടിപൂർത്തി ദിവസം. യുദ്ധകാസമാകുന്ന ചന്ദ്രഹാസത്തിന്റെ പോർക്കളത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. കൊച്ചമ്മിണി ഇപ്പൊ കറക്റ്റായി. അല്പത്തേക്ക് ഐശ്വര്യം വന്നാൽ ഇവനെങ്കിലും കുട പിടിക്കുക. പറഞ്ഞല്ല. അല്ല, ഞാൻ പറയാൻ തുടങ്ങുകയായിരുന്നേ. അല്ല, മേഡം ഇറങ്ങി വരുന്നത് കണ്ടപ്പോ ഒരു ഭഗവതി ഇറങ്ങി വരുന്ന പോലെ. ഇതാര് ഡിസൈനുകൾ ചെയ്തത്? മേഡത്തിന്റെ മക്കള് ബേട്ടേ. കറക്റ്റ് കറക്റ്റ്. കുറച്ചു നേരമായല്ലേ പെണ്ണാട്ടിന്റെ മുമ്പിൽ ചിരി തുടങ്ങിയിട്ട്. തലയ്ക്ക് സുഖമില്ലേ? ഇപ്പൊ നല്ല സുഖം തോന്നുന്നുണ്ട്, അതാ ചിരിച്ചത്. എടാ മോനെ, വക്കീൽ എന്നെ വിളിച്ചിരുന്നു. ഇതുവരെ നമ്മൾ അച്ചാറുണ്ടാക്കി മാളിലും മാർജിനും മാധവന്റെ മുറുക്കാങ്കടയിലും കൊടുത്ത പോലല്ല ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ. മനുഷ്യന് മനസ്സിലാകുന്ന രീതി സംസാരിക്ക്. അച്ചാറല്ല, എന്ത് തേങ്ങ വേണേലും വിദേശത്തേക്ക് കയറ്റി അയക്കാനുള്ള ലൈസൻസ്, എക്സ്പോർട്ട് ലൈസൻസ് സുഹാദ്രി ചേച്ചിയുടെ കയ്യിലുണ്ടാ. അതിന് നമുക്കെന്നാ? ഇനി പോത്തെ ആ ലൈസൻസ് നമ്മുടെ കയ്യിലേക്ക് വരണം. നമ്മുടെ കയ്യിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മരുമോന്റെ കയ്യിലേക്ക്. ആ ലൈസൻസ് നമ്മുടെ കിട്ടിക്കഴിഞ്ഞാൽ ഈ മേനൻ ഇവിടെ ഒരു ബിസിനസ് സാമ്രാജ്യം പണിയും. ഇവിടെ അല്ല, വിഴിഞ്ഞത്ത്. നടന്നത് തന്നെ. നിങ്ങൾ ആദ്യം ടൗല് മാറി ഹാളിലേക്ക് അല്ല. കൊച്ചമണി മൊത്തം പൂത്തലും ഞാനല്ല പോക്ക്. കൊച്ചമണി ഇപ്പൊ പഴയ കൊച്ചമണിയല്ല, അല്ലേ? പുത്തമ്പണക്കാരിയാ. ആ റോഡ് വന്നതിന്റെ വകയ ലക്ഷങ്ങൾ അവിടെ ബാങ്കിൽ അക്കൗണ്ടിൽ കിടക്കുന്നത്. എന്ത് ലക്ഷങ്ങള്? കോടികളിട്ട് അമ്പാനവാടിയ കൈകളാണ് ഇത്. അവക്കൊരു മോളുണ്ടല്ലോ കൊണ്ട് ഒരു മോഡേൺ ഡ്രസ് വാങ്ങിച്ചിട്ട് അതിന്റെ അകത്ത് കയറാൻ പെട്ടോ പാട്. സുരഭി, ഇതെന്തിനു ഞാൻ ഈ കാണുന്നത്? നോക്കട്ടെ. ആഹാ, ഈ ഉടുപ്പും ഈ നെക്ലേസും എല്ലാം കൂടി കാണുമ്പോണ്ടല്ല ഐശ്വര്യ റായി തോറ്റു. എന്റെ മക്കളെ കണ്ട ഇതാരും മത്സ്യേ. ഒരു സാധനം കൂടി തരാമ്മ, അതിന്റെ കൂടി ഒരു കുറവുണ്ട്. നീ നോക്കിയാണ് പോമണീറ്റ് അതല്ലേ ഇങ്ങോട്ട് നോക്കിയാണ്. പൂവൊക്കെ വെച്ചിരിക്കുന്നത് ചെമ്പരത്തി പൂ വെച്ചോണ്ടൂടെ? മുടിയും മുടി ആർമുടിയില്ലേ? കൂടെ സാരിയും. ഇതെന്തോ മാല? ഇതാ കൊള്ളൂല ഒന്നും. നീ ഏത് കണ്ണുകൊണ്ടാണ് നോക്കണത്? നിനക്ക് മാത്രമേ ഇങ്ങനെ തോന്നുള്ളൂ. ഞാൻ വന്നിറങ്ങിയപ്പോ മാനേജർ അവിടെ നിൽക്കുന്നത്. എന്നെ കണ്ടതും വെട്ടം കണ്ട വെരീനെ പോലെ വായും പൊളന്ന് അയാള് നിക്കുന്നു. എന്തായിരുന്നു എന്റെ സൗന്ദര്യം കണ്ടിട്ട്. പക്ഷേ ഇല്ലേ, ഇപ്പൊ എന്റെ മോളെയും കൂടി കാണുമ്പോ ഉണ്ടല്ല തീർന്ന്. കൊള്ളാമോ? കൊള്ളാമോന്ന ഇത്തിരി ഭംഗിയാണ് കാണാൻ. നല്ല ഉടുപ്പേട്ടാ. പിന്നെ മക്കളിപ്പോ അങ്ങോട്ട് പോകുമ്പോഴേ കാലിന്റെ വെള്ളയിൽ ഒരു മറു അങ്ങിട്ടോ. അതെന്തരുന്ന്? കണ്ണിട്ടായിരിക്കാൻ. പിന്നെ അതൊന്നും വേണ്ട. വേണ്ടേ? നീയാണോ തീരുമാനം? നീ വന്നാണ് എവിടെ? കൺമഷി എവിടാ? കൺമഷി പിന്നെ ഉണ്ടാവൂല്ലേ, ഈ വരക്കണ കുന്തല്ലേ ഉണ്ടാവുള്ളു. കണ്ണ് കിട്ടിക്കാലോ. കാണാനായിട്ട് ആരും കാണല്, അതിനു വേണ്ടിയാണ് ഇടുന്നത്. അമ്മ കൂടെ ഇടും. എനിക്ക് എന്തിനു മക്കളെ, അമ്മയുടെ പ്രായമൊക്കെ ഇതായില്ലേ. നീ വെച്ചോ.
പിന്നെ സുഹാസിനിയക്കനും സുനിതയൊക്കെ ഇപ്പൊ മൊത്തത്തിലൊന്ന് കിടുങ്ങിയിരിക്കുകയാണ്. എന്തിനാണ് കാര്യം? നമ്മൾ തുടങ്ങിയ സുരഭിപ്പിക്കലില്ലേ, അത് ചന്ദ്രഹാസ അച്ചാറിനേക്കാളൊക്കെ വലിയ 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 ഉയരത്തിൽ നിൽക്കുകയാണ് ഇപ്പ. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. ഇത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. ഇന്നേ മുംബൈന്ന് ഒരു ഹിന്ദിക്കാരൻ വിളിച്ചിരുന്നു. എന്തറിഞ്ഞു? നമ്മളെ സുരഭി പിക്കിൾസേ നമ്മൾ ഇന്ത്യയിലും പിന്നെ എവിടെയെന്ന് പറഞ്ഞ രാജസ്ഥാനിലും നമ്മൾ സെയിൽ ചെയ്യണമെന്ന്. ശരി, എന്നിട്ട് നീ എന്തിനാ അവരോട് നമ്മുടെ ഓഫീസിലോട്ട് വരാൻ പറയാഞ്ഞ്? ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാൻ, അപ്പൊ എല്ലാരും കാണുമല്ലോ. എന്റെ പെണ്ണെ, അതും ഒരു കാര്യം തന്നെ. എന്റെ മക്കളപ്പൊ ബിസിനസിന്റെ ട്രിക്കുകളൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? പ്രദേശന്റെ അമ്മയാണ് എന്റെ ഗുരു. ഇനി അതൊന്നും അവര് കേക്കെ പറയാൻ നിൽക്കണ്ട. അവര് വിചാരിക്കുന്നു നമ്മൾ അവരെ കണ്ടു പഠിക്കണെന്ന്. ഇതൊക്കെ എന്റെ മക്കളുടെ ബുദ്ധിയിൽ തന്നെ തോന്നിക്കണേന്ന് കേട്ടാ. പിന്നെ അമ്മക്ക് നിന്റെ അടുക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തിനമ്മ? നീ എന്തൊരു വർത്താനോ നീ പറയണത്? എന്ത് ഭാഷയാണ് നിന്റെ? എന്തമ്മ കുഴപ്പം? താറ ഭാഷയാണ് കേട്ടാ. തന്നെ? വാ, പിന്നെ അമ്മ സംസാരിക്കണത് ഞാനൊക്കെ എന്തൊരു സ്റ്റൈലായിട്ടാണ് പറയണത് മലയാളമൊക്കെ. നീ എന്തിനാണ് ഇംഗ്ലീഷ് പറയാത്തത്? ഇടക്കിടക്ക് വീട്ടിലിരുന്ന് വായിക്കണാണല്ലോ. എന്തോ പുസ്തകം ഞാൻ വാങ്ങിച്ചു തന്നു ഇംഗ്ലീഷ് പഠിക്കാൻ. നിനക്ക് ഇങ്ങനെ നടന്നാ മതിയാ? നിനക്ക് സുഹാസിനിയക്കന്റെ മുകളിലോട്ട് ഉയരത്തിലോട്ട് എത്തണ്ടേ? എത്തണം. ആ, അമ്മ കണ്ടോ, കൊച്ചമ്മണിയുടെ മകൾ സുരഭി ആരാന്ന് കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ചേച്ചി, ഡയമണ്ടാ സത്യം. 1,25,550 രൂപ 75 പൈസ. ഞാൻ വില ചോദിച്ചില്ലല്ലോ, വെറുതെ അവിടെ നിൽക്കല്ലായിരുന്നു. അല്ല ചേച്ചി അവിടെ നിന്നാലും എനിക്ക് പറയണല്ലോ, അതെന്റെ കടമയല്ലേ. നീ എത്രയും പറഞ്ഞത് കൊണ്ട് പറയല്ല. എന്റെ കല്യാണത്തിന് എന്റെ അച്ഛൻ ഡയമണ്ടിന്റെ 2 മാല, അതും 2.5 ലക്ഷത്തിന്റെയാണ് എനിക്ക് സമ്മാനമായിട്ട് തന്നത്. ആണാ? എന്നിട്ടൊന്നും ആ ഫോട്ടോയിൽ കണ്ടില്ലല്ലോ ഞാൻ. അതൊക്കെ പ്രഷോബേട്ടിന്റെ ലോക്കറിലിരിക്കുക. അച്ചോടാ, അതല്ല ഞാൻ ചോദിച്ചത്. ചേച്ചി ആ മാല കല്യാണത്തിന് ഇട്ട് കണ്ടില്ലല്ലോന്ന്. ഇവളിത് വിടുന്നില്ലല്ലോ. അത് ആക്ച്വലി അന്ന് എനിക്ക് ഡയമണ്ടിന്റെ ഭയങ്കര അലർജി ആയിരുന്നു. ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചൊറിഞ്ഞങ്ങ് കേറി വരും. അതങ്ങനെയാ ചേച്ചി, മറ്റുള്ള ഡയമണ്ട് ഇട്ടാലും ചൊറിഞ്ഞ് കേറി വരും ചിലവർക്ക്. നിനക്കങ്ങനെ തോന്നും. ചേച്ചി, ഇതുപോലത്തെ ഡയമണ്ട് ചേച്ചിക്ക് വാങ്ങാൻ വേണ്ടി ഇരിക്കായിരുന്നു. അപ്പൊ എന്റെ അമ്മ ഉടനെ ഡയമണ്ടും ഗോൾഡും കണ്ടപ്പോ അതിന്റെ പുറകെ അങ്ങ് പോയി. അമ്മയുടെ ഒരു കാര്യം. നിന്റെ അമ്മയുടെ കയ്യില് ബെൽജിയം JD30 കട്ടിംഗ് ഡയമണ്ട് ഉണ്ടോ? എന്താ? ബെൽജിയം JD30 കട്ടിംഗ് ഡയമണ്ട്. ഓ, അത് ഉണ്ട് എന്റെ അമ്മയുടെ കയ്യില്. പക്ഷെ ലോക്കറിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുക. എന്നെ ആരോ വിളിച്ച്, ഞാൻ അങ്ങോട്ട് പോട്ടാ. ചെല്ല് ചെല്ല് ചെല്ല്. അമ്മയുടെ മോളുടെ വേഷവിധാനങ്ങൾ കണ്ടോ? പെറ്റ തള്ള സഹിക്കത്തില്ലേ. സർക്കാർ കൊടുത്ത കാശ് കൊറേ കയ്യിലിരിക്കല്ലേ, അപ്പൊ പിന്നെ എന്ത് വേഷവും വേണേലും കെട്ടാലോ. അവളങ്ങാണം ചന്ദ്രഹാസത്തിന്റെ അനന്തരാവകാശി ആയി കഴിഞ്ഞ നമ്മൾ ഈ ഭൂലോകത്ത് ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. കൂൾ ഡൗൺ മോളെ, കൂൾ ഡൗൺ. സംഭവിക്കാനുള്ളത് സംഭവിക്കേണ്ട സമയത്ത് സംഭവിച്ചിരിക്കും. ഇതെന്തോ നന്നായി കാണിക്കുന്നത്, ഭയങ്കര മോശമാണ് കേട്ടാ. എന്തോന്ന് മോശം സുരഭി? എന്റെ കയ്യിലിരുന്ന് ഒരു 3000 രൂപ കൊടുത്തിട്ട് ഞാൻ ഒരു കുപ്പി വാങ്ങിച്ച് 2-3 രൂപയ്ക്ക് കഴിക്കും. അതിനിപ്പോ എന്തോന്ന് മോശം? അണ്ണ അവിടെ എല്ലാം തിരക്കണ്. അമ്മ എനിക്ക് വന്നാണ് അങ്ങോട്ട്. ആരെന്നെ തിരക്കാനാ സുരഭി? ആരെങ്കിലും തിരക്കിയാൽ തന്നെ ചന്ദ്രഹാസത്തിലെ സുഹാസിനി അമ്മയുടെ ഇളയ മോഹൻ എവിടെയെന്ന് മാത്രമേ ചോദിക്കത്തുള്ളൂ. അല്ലാതെ എന്റെ റോൾ ഇപ്പൊ ഇവിടെ എന്തുവാ? നിനക്കറിയാമല്ലോ, ചേട്ടനെ പോലും കമ്പനിയിൽ ഒരു GM പോസ്റ്റ് കൊടുത്ത് അമ്മ ഇരുത്തിയിട്ടുണ്ട്. അമ്മയാണെങ്കിൽ മാനേജിംഗ് ഡയറക്ടർ. 15,000 രൂപ മാസം ഒരു ഇൻസെന്റീവ് പോലെ ഒരു ദാനം തരുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ജീവിച്ചു പോകും. സുരഭിക്ക് പോലും ഒരു അച്ചാർ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റെങ്കിലും ഇല്ല. ഞാനോ 0. എന്തോ അണ്ണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അണ്ണ, എന്റെ ഈ ഡ്രസ്സ് കൊള്ളാമോ? കൊള്ളാമോ? എനിക്ക് ചേരുന്നുണ്ടാ?
എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് സുരഭിക്ക് വാങ്ങിച്ചു തരാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അഭിപ്രായം ഒന്നും പറഞ്ഞു എന്താണ് ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. ഹലോ, സുരഭി പ്രദേശ് സ്പീക്കിംഗ്. സോറി. യു കം എയർപോർട്ട്. I am standing here. Yeah. I will send Google Map location. Yeah. Always welcome. Yeah. Okay. Take care. Okay, bye. ഇതൊക്കെ ഇപ്പൊ ഇംഗ്ലീഷ് ബിസിനസ്സിലെ ഇംഗ്ലീഷ് ഒക്കെ മാസാണെന്നാ. സൂപ്പർ അല്ലേ എന്നാ? സൂപ്പർ. ടുമോറോ മുതൽ ഓൾ ലാംഗ്വേജ് സ്പീക്കിംഗ്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, കന്നഡ, ഉറുദു, അങ്ങനെ അതർ ലാംഗ്വേജ് സ്പീക്കിംഗ്. സുരഭി ഇപ്പൊ ആരോടാ സംസാരിച്ചത്? ഇപ്പൊ സംസാരിച്ച തരുൺ കൊപ്ര. കൊപ്ര? ചോപ്ര. ചോപ്ര. തരുൺ ചോപ്രയെ മുംബൈക്കാരനാ, ഹിന്ദിക്കാരൻ. പുള്ളി നമ്മുടെ സുരഭി കമ്പനി ഇല്ലേ എന്നാ, അത് ഇനി നമ്മൾ ഇന്ത്യ മുഴുവനും പുള്ളിയാണ് സെയിൽ നോക്കി നടത്താൻ പോകുന്നത്. ഓ, മാർക്കറ്റിംഗ് പുള്ളി അങ്ങ് ഏൽപ്പിച്ചല്ലേ? ഇത് അണ്ണനെ കൊണ്ട് ഡീൽ ചെയ്യിക്കാനാണ് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. പക്ഷെ അണ്ണന്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. സുരഭി, എന്താണെങ്കിലും അമ്മയായിട്ട് കോമ്പീറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഇയാൾ തോറ്റു. What you say? Mr. Pradesh Annan, I am not fail. I am 100 winning. Your mother boundary തോൽപ്പി है. സുരഭി, are you okay? Okay na. Only okay. Okay. ഈ ഡ്രസ് ഇട്ടിട്ട് എനിക്ക് വേദനിക്കണമ്മ. ഒന്നും കുഴപ്പമില്ല. പിന്നെ വന്നില്ലല്ലേ? നന്നായി. അവരുടെ കാര്യം കൂട്ടി അന്വേഷിക്കും. അവനടിച്ച പടവിലായിട്ടിരിക്കുന്ന കേട്ടോ. അവന്റെ കാര്യം ഒരാവശ്യം പോകുമ്പോ ആണുങ്ങൾ അല്പം സ്വല്പം കുടിക്കും. അത് വലിയ പ്രശ്നമൊന്നും ആക്കാനില്ല കേട്ടോ. പ്രശ്നമില്ലേ? എന്തിനാ എന്തോ കണ്ടിരിക്കുന്നത്? എന്നെ കൂടെ നാണം കെടുത്തു. അങ്ങോട്ട് എടുത്ത് ഇന്നല്ലോ പിറന്നാൾ കൊച്ചമ്മയ്ക്ക്. ഓ, ഇതെന്ത് വേഷം? ഇന്നെന്റെ കൊച്ചമ്മയുടെ പിറന്നാളല്ലേ, അതുകൊണ്ട് കൊച്ചമ്മയുടെ ബ്ലാക്ക് ആയിട്ട് ആയിട്ട് നിൽക്കാൻ വിചാരിച്ചു. ഡ്രസ് എങ്ങനെ ഉണ്ടോ? കൊള്ളാമോ? Ladies and gentlemen, here comes our dearest Suhasini Chandrahasan. സുഹാസിനി ശ്രുതിലയ ഹാസിനി വരവായി വന്നു നിന്ന രാജറാണിയേ. സുഹാസിനി ശ്രുതിലയ ഹാസിനി വരവായി വന്നു നിന്ന രാജറാണിയേ. ഒന്നല്ലായിരങ്ങൾ മുന്നിൽ നിരന്നാലും നേരെ നേർക്കു നിന്നു വിജയം നേടും. കഴിഞ്ഞ കാര്യങ്ങൾ മറക്കാത്തൊരാളാണ്, പാവപ്പെട്ടവനും ഉയരാണ് നീ. സുഹാസിനി നാടിൻ പ്രിയങ്കരിയേ, സുഹാസിനി നാടിൻ വരദാനമേ. സുഹാസിനി നാടിൻ പ്രിയങ്കരിയേ, സുഹാസിനി നാടിൻ വരദാനമേ. സുഹാസിനി നാടിൻ പ്രിയങ്കരിയേ, സുഹാസിനി നാടിൻ വരദാനമേ. സുഹാസിനി. അവിടെ ഇരിക്കെ
അയ്യോ അതെ, കൊച്ചമ്മേരെ പിറന്നാളായിട്ടേ ഞാൻ ഒരു കവിത എഴുതിയിട്ടുണ്ട്, ചൊല്ലട്ടെ? കവിത എഴുതാറുണ്ടോ? പിന്നെ എല്ലാവർക്കും അറിയാം. ചൊല്ലാറുണ്ടോ? പിന്നെ അതിപ്പോ കൈ വെച്ചേ, ഞാനിപ്പോ പ്രസംഗിക്കാൻ പോവാണ്. അതിനിടയിൽ ഞാൻ അവസരം തരാം. എഴുതി കളയായിരുന്നു, വെച്ചേക്കണം. ഞാൻ വെച്ചിട്ടുണ്ട്. കൊച്ചമ്മ കവിത ഉണ്ട്. सबको नमस्कार. पूजनीय सुहासिनी मैडम जी, भाइयों बहनों, आज हम പൊന്നു വരേരെ മലയാളത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. മലയാളത്തിൽ മതി മതി. അത് മാഡം ജി, ഈ സന്തോഷം വരുമ്പം എന്താന്നറിയില്ല, എനിക്ക് ഹിന്ദി വരും. ആണോ? അയ്യോ, അത് സൂക്ഷിക്കണേ. അതായത് ഇന്ന് 60ന്റെ നിറവിൽ എത്തി നിൽക്കുകയാണ് സുന്ദരിയും സുശീലയും സുമുഖിയും സർവോപരി ദാനശീലയുമായിട്ടുള്ള നമ്മുടെ മാഡം ജി. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും കണ്ണിലുണ്ണിയായ നമ്മുടെ മാഡം ജി ജീവിതത്തിന്റെ മറ്റൊരു കാലഘട്ടത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ്. കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായി നിർവഹിച്ച രാജ്ഞിയെ പോലെയുള്ള നമ്മുടെ സുഹാസിനി മാഡം ജി. ഈ മഹതിയുടെ ധൈര്യത്തെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഈ അവസരത്തിൽ മറ്റൊരു കാര്യം കൂടി പറയാതെ വയ്യ. വേണ്ട. അല്ല, ഞാൻ പറയും മേഡം, ഞാൻ പറയും. ഇന്നലെ ഞാനും മേഡവും കൂടി ഒരിടം വരെ പോയി തിരിച്ചു വരുന്ന വഴിയിൽ ഒരു പറ്റം കശ്മലന്മാർ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കും. അവരുടെ ആദ്യത്തെ അടിക്കു തന്നെ കുങ്ങരനും ചെറുപ്പക്കാരനും സുമുഖനുമായ ഞാൻ നിലത്ത് വീഴുകയാണ് ഉണ്ടായത്. നിലത്ത് വീണുകൊണ്ട് ഞാൻ മാഡത്തിനെ നോക്കുമ്പോൾ കാണുന്നത് ഇവളെ അടിപിടി തടയിട അടി പതറിടും പടവ് ചുവടും ഒരു പിടി മതി ഇവളെ ഇവളെ കൊടി പറത്തിടും വിജയ കുട്ടികൾ അലയടിച്ചിടും ഒടുവിൽ ഇവിടെ നിലയുറച്ചിടും എതിരെ 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 കരുവനെ കേട്ടൊടുവിൽ ഇവിടെ തലയുയർത്തിടും എന്റെ പിള്ളേരെ തുടങ്ങോളാം. ചാരത്തിന്നുയരുന്ന ഫീനിക്സ് പക്ഷിയാ സാമ്രാജ്യത്തിനു പേടി സ്വപ്നമാ ഏതൊരു ശത്രുവേയും ഈ പ്രായത്തിൽ എത്ര ശക്തയാണ് നീ, ഈ പ്രായത്തിൽ എത്ര ശക്തയാണ് മനോഹരി ദേവി മഹാറാണി എന്നും പ്രഭാമയം തീർക്കും സുഹാസിനി നീ, സുഹാസിനി നീ, സുഹാസിനി നീ. എന്റെ പിള്ളേരെ തൊടുന്നോടാ എന്ന് പറഞ്ഞ് ഈ ലേഡി സൂപ്പർ സ്റ്റാർ ഒരു പയറ്റലായിരുന്നു സുഹൃത്തുക്കളെ, പയറ്റാൻ. അതെപ്പോ അതൊക്കെ ഉണ്ടായിരുന്നു. എന്റെ പൊന്നു മക്കളെ, എടാ നിന്റെയൊക്കെ അമ്മയുടെ പ്രായമില്ലടാ എനിക്ക്. 2 കാലിൽ തീരാ. സത്യം പറയുക ചേട്ടേ, ഞാനൊരു കാര്യം പറയട്ടെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഞാൻ ഉടനെ സ്ഥലം വിട്ടോളാം കേട്ടോ. അയ്യോ, നല്ല മക്കളല്ലേ. ഓ, ഇത് തൊഴന്റെ മാരേരെ. ഇനി 2 വാക്കുകൾ സംസാരിക്കുവാനായി മാഡം ജിയെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സിനിമയിലെ ഇന്റർവെൽ പോലെയാണ് ജീവിതത്തിൽ ഈ 60ാമത്തെ വയസ്സെന്ന് പറയുന്നത്. ഞാൻ ഇന്നേ വരെ എൻ്റെ ഒരു ജന്മനാളും ആഘോഷിച്ചിട്ടില്ല. പിന്നെ സ്നേഹത്തോടെ ഇവരെല്ലാരും കൂടെ പറയുമ്പോൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ല, അത് സത്യം. ഇന്നത്തെ ഈ നല്ല ദിവസത്തിന്
എനിക്ക് എൻ്റെ മക്കളോടും കൊച്ചുമക്കളോടും മരുമക്കളോടും എല്ലാം എന്തിനു പറയുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരോടും എനിക്ക് വളരെ സുപ്രധാനമായ ഒരു കാര്യം പറയാനുണ്ട്. ഈ ചന്ദ്രഹാസം എന്ന പേരിൽ ഒരുപാട് സ്ഥാപനങ്ങളായി, പ്രസ്ഥാനങ്ങളായി, സമ്പത്തായി, പേരും പ്രശസ്തിയും ആവശ്യത്തിലേറെ വന്നു. ഇനി നിങ്ങളെല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് ഈ സംരംഭങ്ങളും പ്രസ്ഥാനവും എല്ലാം അതീവ വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ആയിരം പൂർണ്ണചന്ദ്രനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടാവട്ടെ എന്ന് ഞാൻ സ്വയം ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എന്താ ഇത്? അമ്മയ്ക്കുള്ള പിറന്നാൾ സമ്മാനം. ഇവിടെ വെള്ളി വിളക്കുകളും സ്വർണമാലകളും ഒക്കെ ഇഷ്ടം പോലെ കൊണ്ട് സമർപ്പിച്ച് എന്റെ അനുഗ്രഹം വാങ്ങിച്ചു പോയതേ ഉള്ളൂ. എത്ര പേര്! എന്താ ഇത് 350 രൂപയുടെ ക്ലോക്കോ? അല്ല, അമ്മയ്ക്ക് കിട്ടിയ പിറന്നാൾ സമ്മാനങ്ങളിൽ ഏറ്റവും വിലപ്പെട്ട സമ്മാനമാണ് ഇത്. എന്തൊന്നാ കൊച്ചേ ഇത്? കോടിക്കണക്കിന് രൂപ വില മതിക്കുന്ന വല്ല സാധനങ്ങളും വല്ലതും ആണോ? ആര് തരുന്ന സമ്മാനത്തെക്കാൾ ഞാൻ തരുന്ന സമ്മാനമാണ് വിലപ്പെട്ടതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അമ്മയ്ക്ക് ഈ സമ്മാനം കൊണ്ടുവരുന്നത്. സന്തോഷം. അയ്യോ അയ്യോ, ശരി ശരി ശരി. ഇതൊന്ന് നോക്കട്ടെ ഭാര്യരെ, എന്താ അതറിയട്ടെ. ആ അയ്യോ അടവേ, എന്തായാലും ശരി, എനിക്ക് ഈ സമ്മാനം ഇഷ്ടപ്പെട്ടു. ഹോ, ശ്രീപത്മനാഭൻ, അനന്തശയന ശ്രീപത്മനാഭ ഭഗവാനെ. മാഡം, അയ്യോ മാഡം ഈ വിഗ്രഹത്തിലോട്ടൊന്ന് സൂക്ഷിച്ചു നോക്കിയേ. വിഗ്രഹത്തിലോട്ടോ? അതല്ലേ പറഞ്ഞ ശ്രീപത്മനാഭന്റെ വിഗ്രഹം എന്ന്. വിഗ്രഹം പത്മനാഭന്റെ തന്നെ. ആ പക്ഷേ നമ്മൾ വരികൾക്കിടയിലൂടെ വായിക്കണമെന്ന് പറയുന്ന പോലെ വിഗ്രഹത്തിനിടയിൽ വിഗ്രഹത്തെ നമ്മൾ കാണണം. എന്തോ അയാൾ ഈ പറയുന്നേ? കിടക്കുന്ന വിഗ്രഹമാ മാഡം ഇത്. പത്മനാഭൻ എഴുന്നേറ്റ് കൊടി പിടിച്ച് നിൽക്കണോ? എന്റെ മാഡം, ഇതൊരു സൂചനയാണ്. പത്മനാഭനെ വരെ കിടത്തിയ ടീംസ് ആയവരെ. എന്താ മനേരെ നിങ്ങൾ പറയുന്നേ? മാഡം സൂക്ഷിക്കണം. ഈ സുരഭിയും കൊച്ചമ്മണിയും കൂടെ മാഡത്തിനെ ചേർത്ത് കിടത്തും. ഇല്ലെങ്കിൽ എന്നെ അത് ഇങ്ങനെ വിളിച്ചു. സൂക്ഷിച്ചോ മാഡം. വേറൊരു കാര്യം മാഡം ശ്രദ്ധിച്ചോ? മാഡത്തിന്റെ കാലവര് പിടിച്ചില്ലേ? അനുഗ്രഹം വാങ്ങിക്കാൻ കാലുവാരും അവര്. ജാഗ്രതയും. മാനേജരെ, നിങ്ങൾ ഈ ചുമ്മാ നാക്കിട്ട് വളച്ചുള്ള സമാധാനം കളയാതെ. ആ സുരഭിയും കൊച്ചമ്മണിയും മാഡം ഒന്ന് ശ്രദ്ധിച്ചോ. പണി തരും. അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള അടിപിടികളുടെ രസക്കാഴ്ച തുടരും.